ഹലോ, നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത? നിനക്ക് എന്താ പറ്റിയേ? ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചു നിന്നെ? ഹലോ, ഞാൻ വരാം. ശരി. കുറെ നേരമായി വന്നിട്ട്. ഇല്ല, കുറച്ചേരട്ടോ. പിന്നെന്താ? പിന്നൊന്നുമില്ല. നോക്ക്, പറ. നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത? എത്ര വട്ടം ഞാൻ നിന്നെ ഫോൺ വിളിച്ചു? നേരിട്ട് കാണാൻ വന്നാൽ നീ ഫുൾ ഒഴിഞ്ഞു മാറി നടക്കും. നിനക്ക് എന്താ പ്രശ്നം വെച്ചാൽ നീ പറഞ്ഞു തീർക്ക്. അപ്പോൾ നിനക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. എന്നിട്ട് ഞാൻ പറയാളൂ, നീ ഒന്ന് കേൾക്ക്. അല്ലാതെ നീ ഈ മോൻ തോൽപ്പിച്ചാണെന്നാ ഞാനെങ്ങനെ മനസ്സിലാക്കാനാ? ഞാൻ ഈ 4-5 ദിവസമായിട്ട് അനുഭവിക്കുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ദിവസം പെട്രോൾ ഊറ്റിയിട്ട് പോവാണ്. ഞാൻ തള്ളിയിട്ടാണ് പോണത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ എന്നെ മാത്രം ന്യായീകരിക്കുന്നതല്ല. പക്ഷെ നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വേണച്ച് വരാതിരിക്കുന്നതല്ല. എടാ, ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. 5-6 ദിവസമായി ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നീ വരാണ്ടായപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാകെ പോയി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. പിന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതെന്ന്. രണ്ടാൾക്കും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അത് വിട്. സോറി. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ദാസ. അപ്പൊ എനിക്കൂടി നീ കൂടില്ലേ ഉയിരേ എൻ നിനവേ അറിയൂ എൻ പ്രണയം ഈ ജീവരാഗിയിൽ അണിയൂ തുടരൂ ഈ സ്നേഹം ഈ ജീവരാഗിയിൽ അണിയൂ തുടരൂ ഈ സ്നേഹം. അഞ്ജന, എന്താണ് ദാസ? എടി, ഞാൻ കുറച്ചു കാലം മുന്നേ കാസർഗോഡായിരുന്നു. പിന്നെ കുറച്ചു കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ. പക്ഷെ എനിക്കവിടെ കഴിഞ്ഞു പോയൊരു ലൈഫുണ്ട്. അത് നീ അറിയണം. വേണ്ട, അതിനെ പറ്റി പറയണ്ട. കഴിഞ്ഞു പോയ ലൈഫല്ലേ, ഇനിയുള്ള ലൈഫിനെ പറ്റി പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നീ അന്ന് ഇവിടെ വീഡിയോ കളഞ്ഞിട്ട ഒരാഗ്രഹമുണ്ട്. സമയമായിട്ടില്ല ദാസ. ഓക്കേ, സമയേ പോട്ടെ. ഞാൻ കുറച്ചുണ്ട് പോടി. ഇല്ല, അതെ, വീട്ടിൽ ആരുമില്ല, എല്ലാവരും കല്യാണത്തിന് പോയേക്കാ. ഓഹോ, നാളെ നെറ്റ് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, മറ്റേ നെറ്റിൻ്റെ. അത് അപ്ലൈ ചെയ്യണം. കുറച്ച് പരിപാടിയുണ്ട്. പോട്ടെ, ബൈ. ഞാൻ കൊണ്ടാക്കണം? ഓ വേണ്ട. അതെ, നാളെ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാം. ഓ, എന്താ എൻ്റെ പേര്? കണ്ണൻ. കൊട മറന്നു വെച്ചു. വീട്ടിലാരുമില്ല. കൊച്ചു കള്ളി.
വയ്യ. ഇവനെ. ഹലോ, ഞാൻ ഫ്രീ അല്ല. ഞാൻ കുറച്ചധികം തിരക്കില്ല. നിന്റെ ഏതെങ്കിലും കാമുകനെ കാണാനല്ലേ? എനിക്ക് സാഹചര്യം വരാൻ നീ വെച്ചിട്ടോടെ. ആ ദാസൻ തന്നെ. നീ വല്ല ഓട്ടോ വിളിച്ചു പോ. എനിക്ക് വേറെ കുറച്ച് തിരക്കുള്ള പരിപാടികളുണ്ട്. ഇമ്പോർട്ടൻസ് മീറ്റിംഗ്സ് പരിപാടികളൊക്കെ ഉണ്ട്. ശരി വെച്ചോ. പുതിയ സെക്കൻഡ്സ് സൈക്കിൾ എടുത്തത് അവനോട് പറയാൻ പറ്റിയില്ല. 54,000 രൂപയുടെ ബൈക്ക് വിറ്റതും അവനോട് പറയാൻ പറ്റിയില്ല. ആ പിന്നെ പറയാം. ഹായ് അഞ്ജന. നീ എന്താ ഇവിടെ? നീ കൊട മറന്നു വെച്ചില്ലേ? തന്നെ തന്നെ പൊക്കോ. ആ ചെല്ല് ചേട്ടൻ ഇപ്പൊ വരും, നീ പോയി. ചേട്ടപ്പോ വരും. ചേട്ടാ കല്യാണത്തിന് പോയില്ലേ കൊച്ചുകള്ളി? അവരിപ്പോ വരും പറഞ്ഞ് വിളിച്ചിരുന്നു, നീ ചെല്ല്. അതെന്താ? അതൊന്നും ഇല്ല. നോക്കണ്ട്. അതൊന്നും ഇങ്ങോട്ടാ. നമുക്കെന്തല്ലേ സംസാരിച്ചിരിക്കാം. നീ എന്ത് കാണിക്കുന്നേ? എന്ത് സംസാരിച്ചിരിക്കാന്ന്? ഭാവി കാര്യങ്ങള്. നീ ഒന്ന് പോയേ. അയ്യോ എടാ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എടാ ഒന്ന് പോ. അയ്യോ ചേട്ടൻ. ഈശ്വരാ. ഹലോ. എന്താ? എടാ നിനക്ക് എവിടെ പോണെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അതിന് നിന്റെ തിരക്കൊക്കെ മാറിയാ? നീ ഫ്രീ ആയ? ആ ഞാനിപ്പോ ഫ്രീയാ. അല്ല നിന്റെ സൗണ്ട് എന്താ അടഞ്ഞിരിക്കണേ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാ. നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ അഞ്ജനോടെ വീട്ടിലോട്ട് വാ. അഞ്ജനയുടെ വീട്ടിലാ? നീ എന്താ അവിടെ? എടാ അത് ഞാൻ അവളെ കണ്ടിട്ടേ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തുള്ള ചേട്ടൻ വന്ന്. ഇപ്പൊ ഞാൻ കട്ടിലിന്റെ അടിയിൽ അവളുടെ. നീ വേഗം ഒരു ഐഡിയ ആയിട്ട് വാ. എനിക്ക് ഇയാളുടെ നല്ല ഇടി കിട്ടും. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഇടി കിട്ടും. ഏതുകൊണ്ട് നിനക്ക്? ഞാൻ വരാം, ഒരു ഐഡിയ ആലോചിക്കട്ടെ. ആ എന്നാ വേഗം ഐഡിയ ആയിട്ട് വാ. സമയങ്ങളേണ്ട, വേഗം വായോ. ഞാൻ എന്താലോചിക്കാനാ? അയ്യോ എനിക്കറിയില്ല. ആ പച്ചാളം, ഇതുപോലെ കാര്യങ്ങൾക്ക് അവനെ ബെസ്റ്റ്. പ്രശ്നാവോ? ഇടി കിട്ടിയൊരു വിദ്യ കൂട്ടാ. ഞാനാണെങ്കിൽ ഇത് പച്ചയിലറിയാലോ. അവളുടെ ചേട്ടനെങ്ങാനും പറഞ്ഞ. എടാ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നേരെ അവളുടെ വീട്ടിൽ ചെല്ലുന്നു, ഒരു നാടകം കളിക്കുന്നു, അവൻ ഇറക്കണു. സിമ്പിൾ. ഇത്ര സിമ്പിൾ ആണെങ്കിൽ നിനക്ക് തന്നെ പോയി ചെയ്തൂടെ? വെറുതെ നാട്ടുകാർ അടിപൊളിയായിട്ട്. ആ നീ ഒരു കാര്യം ചെയ്യ്, ആ ബിജുവിനെ കൂട്ടിക്കോ. അവനാണെങ്കിൽ ഇങ്ങനെ തുടായ്പ കാര്യത്തിനൊക്കെ ബെസ്റ്റാ.
അവനാണെങ്കിൽ നാടകത്തിൻ്റെ പ്രസിഡന്റിന് അവാർഡും കിട്ടി. ഏത് പ്രസിഡന്റ്? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലബിൻ്റെ നാടകത്തിന്. നീ വിട്ടു അവൻ ബെസ്റ്റാണ്. സെറ്റാണ്, ചെന്നോ. സെറ്റാവും. ഒറ്റയ്ക്കടി കൊള്ളേണ്ടി വരില്ലേ? ഓ ഭാഗ്യം. അനങ്ങാണ്ടിരിക്കണം. എന്താടാ കിടന്ന് ജീവൻ കളിക്കുന്ന കാര്യം പറ. എനിക്ക് വിശക്കണടി. ഈശ്വരാ, ഇപ്പഴാ? ഞാൻ കാലത്ത് പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഞാനിപ്പോ എന്ത് കൊണ്ടുവരാനാ? നീ എന്തെങ്കിലും എടുക്ക്. കൊണ്ടുവരുമ്പോ അച്ചപ്പം കോലപ്പൊന്നും കൊണ്ടുവരുത്, ഭയങ്കര സൗണ്ട് ആയിരിക്കും. ചെല്ലി ഇപ്പോ ചെല്ലി. എനിക്ക് വിശക്കണ്ട, അതുകൊണ്ടാണ്. സ്ക്രിപ്റ്റാ? സ്ക്രിപ്റ്റ് ഇല്ലേ? സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റോട് സ്ക്രിപ്റ്റ് ഇല്ലെന്നാ ഞാൻ പോണു. എടാ നിക്ക് ഡയലോഗ് ഉണ്ട? ഡയലോഗ് ഒരു ഡയലോഗ് ഉണ്ട്. എടാ ഞാൻ പോട്ടാ. നിക്ക് എടാ ഇതാണ് ഹൈലൈറ്റ് ഡയലോഗ്. പറ. ചേട്ടാ, ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണ് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. ഒന്ന് പറഞ്ഞേ. ഏത് മോഡുലേഷൻ വേണം? നിക്ക് ഞാൻ 2-3 മോഡുലേഷൻ പറയാം, വേണ്ടത് എടുത്തോ. ഓക്കെ. ഫസ്റ്റ് മോഡുലേഷൻ. ചേട്ടാ, ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. 2. ചേട്ടാ, ഞങ്ങൾ എന്തായിരുന്നു? സെൻസസ് എടുക്കാൻ വന്നതാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. നമുക്ക് 3 കുറച്ചും കൂടെ വെറൈറ്റി പിടിക്കാം, റിയലിസ്റ്റിക് പിടിക്കാം. എന്നാ പിടിച്ചോ. ചേട്ടാ, വേണ്ടേ? നീ സാധാ പറയണ പോലെ പറഞ്ഞേ. സാധ്യ. ചേട്ടാ, ഞാൻ സെൻസ് എടുക്കാൻ വന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. ഇത് മതി, ഇത് മതി, ഇത് മതി. ഇത് മതി. ഇത് അടിപൊളിയുണ്ട്. ഇത് മതി, ഇത് മതി. എന്നാ കുഴപ്പമില്ല, പോവാ നമുക്ക്. അപ്പൊ ഇത് പിടിക്കാം, കുഴപ്പമില്ല. നീ ഒന്ന് ഇറങ്ങിയേ. ഇറങ്ങണ? ഓക്കെ. കോലം ശരിയല്ലല്ലോ, ഇന്ന് ഇൻസ്റ്റേഡ് ഇതൊന്ന് ഈശ്വരാ. തിരിഞ്ഞ് ഓ ഓക്കെ. ഈശ്വരാ, സാധാരണ ഞാൻ ഈ ചെറിയ ഒന്നും പോകാറില്ല, പിന്നെ നീ വിളിച്ചോണ്ട് വന്നേടെ. കുഴപ്പമില്ല, ഞാൻ പൊളിച്ചടക്കും. ഓക്കെ. ഇത് കഴിച്ചില്ലോട്ടൊന്ന്. കൊള്ളല്ല. അപ്പൊ എന്റെ മുകളിലുള്ളത് അത് പോക്കല് എടുത്തിട്ട് പോകില്ല. ഓക്കെ. നിനക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയോ? ഇല്ല. അപ്പൊ ഞാൻ അത് പിടിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ബാഗ് കഴുത്തിലിട്ടിട്ട് തെറ്റിക്കാണ്ട് ഡയലോഗ്. പേന നിനക്ക് എഴുതാനും വായിക്കാറുണ്ട്. എനിക്ക് കയ്യിൽ വെച്ചോ. എടാ, പിന്നെ ഞാൻ ഡയലോഗ് പറയുന്നതിന് മുന്നേ നീ ആക്ഷൻ പറയാ? ഞാൻ തന്നെ പറയണം. ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ തന്നെ നടക്കും. കേട്ടാ, മിണ്ടാണ്ട് നടക്ക്. ഞാൻ തന്നെ പറയാം. അയ്യോ, ഹലോ, എന്താടാ? എടാ, ഞങ്ങളിവിടെ എത്താറുണ്ട്. വന്നോണ്ട് ബെല്ലടിക്കാം. കറക്റ്റായിട്ട് ചാടിക്കോളണം. ഓക്കെ, നീ എത്തിയൊന്ന് വിളിക്കട്ടോ. മിസ് അടിക്കാ, നീ പേടിക്കണ്ട. ശരി ശരി. നീ സേഫ് അല്ലേ? ഞാൻ സേഫാണ്. നീ ഇപ്പൊ എവിടെ? ഞാൻ കട്ടിന്റെ അടിയിലടോ. അവിടെ തന്നെ ഇരുന്നോ. വരാടാ. ശരി ശരി. അവിടെ കാണാമല്ലോ. എടാ, ഈ പുള്ളി ഡയറക്ടറാ? ഏയ്, സ്റ്റണ്ട് മാസ്റ്ററാ. സ്റ്റണ്ട് ഉണ്ടാവപ്പോ? പിന്നെ അത് മതി, അത് മതി. എല്ലാം ഉണ്ട് കേട്ടോ, നടക്കുന്നുണ്ട്. ഇതാണ് വീട്. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ബെല്ലടിക്ക്. അടിച്ചോളാടാ. എന്താ? നിനക്കാളൊന്ന് വരട്ടാ. ഓക്കെ.
ചേട്ടാ ഞങ്ങൾ മെൻസ് എടുക്കാൻ വന്നതാ. ചേട്ടാ ഞങ്ങൾ ഈ സെൻസസ് അതെടുക്കാൻ വന്നാണ്. ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടേ ഇവിടെ എത്ര പേരുണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് കുറച്ച് ചോദ്യമുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ? ആദ്യ ചോദ്യം ചോദിക്കി കൈ നിട്ട് ഇവിടെ കൂളർ ഉണ്ടോ? ഏയ് കൂളറൊന്നുമില്ല. AC വിശരുണ്ടോ? ഈ ഫാൻ അത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടേ. അതിപ്പോ ഒരു 6 ഫാൻ ഉണ്ടോ? അന്ന് കുളത്തിന്റെ അവിടെ വെച്ച് പരിചയപ്പെട്ടില്ലേ ദാസൻ? ഞങ്ങളുടെ കൂടെ വന്നതാ. എന്താ നിന്റെ പ്രേമ പരിപാടിയൊക്കെ സെറ്റായോ? അത് കുഴപ്പമില്ല, ഇപ്പൊ സെറ്റായുള്ളൂ. സെറ്റാവും, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അല്ല നീ എന്താ പിന്നിന്ന്? അത് ഞാൻ പിന്നില്ലേ മാലിന്യങ്ങൾ കണ്ടിട്ട് നോക്കാൻ പോയതാ. കുഴപ്പമില്ല, ഒരു 9 മാർക്ക് കൊടുത്തോളൂ. 100-ലോ? 100-ലല്ലടാ, 10-ല്. 10-ല്. ചേട്ടാ ഇവിടെ കറണ്ട് ബില്ലൊക്കെ എത്ര വരണേ? കറണ്ട് ബില്ല് ഒരു 600-700. നമ്മുടെ അങ്ങനെ തന്നെയോ? ഇവിടെ എലിശല്യം ഉണ്ടോ? ശല്യൊന്നുമില്ല. അല്ല ഈ പനിയൊക്കെ വരികയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടാ ഞങ്ങൾ വന്നിരുന്ന സംശയമുണ്ടോ? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചത്? എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, ചൂട് കയറാണ്ട്. ശരി, ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ, ഇവനെ കൊളാക്കിയത്. പരിപാടിക്ക് ഞാൻ വിളിക്കരുത്. അവൾ മൂത്ത ചാട്ടല്ലേ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ഊറ്റാൻ. അടാ ഞാൻ തന്നെയാണ് ഊറ്റത്. എന്താ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് പെട്രോളിനൊക്കെ ഭയങ്കര വില. നീ പതുക്കെ തള്ളി പെട്രോളൊക്കെ അടിച്ചിട്ട് വായോ, നമ്മുടെ ഗല്ലിയിലുണ്ടാവട്ടോ ഞാൻ. ഞാൻ കാത്തിരിക്കട്ടാ. നീ ഒരു ക്യാനായിട്ട് വാ, ഞാൻ ആ മരം ഗല്ലിയിലുണ്ടാവും. ദാസം വരണ്ടേ, പൊട്ടിക്കണ്ടവനെ.
പോളോട്ടാ. ഇവനെ കണ്ട പുറത്തുനിന്ന് ഇറക്കിയതാ കാസർഗോഡ്. നീ ഏത് മറ്റെടുത്ത് ഇറക്കിയാലും ഇത് ദാസന്റെ നാടല്ലടാ. എന്നെ തല്ലിയിട്ട് നിനക്കൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഇത്രയും കാലം നിന്നെ ഓടിച്ചത് ഇവനാ. അവന് നിന്നെ ഇടിക്കാനും പറ്റും, മുട്ടയിൽ അഴയ്ക്കാനും പറ്റും ദാസാ. നട്ടില്ലാത്തവനെ നിനക്ക് തള്ളാൻ പറ്റാത്തോണ്ടടാ നീ ആളെ പുറത്തുനിന്ന് ഇറക്കിയത്. അതടാ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കുന്നംകുളം നിറയ്ക്കല്ല. നിന്റെ അപ്പനാണോടാ കുന്നോളത്തിന് ഡ്യൂപ്ലിക്കേറ്റിന് പേരിട്ടത്? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെന്ന്. ഇവിടെ എല്ലാം ഒറിജിനല്ല. ഈ ദാസന് ഒറിജിനൽ. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും. ദാസാ പെട്രോൾ ഊറ്റിണ്ട്. പിന്നെ വേറെ സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് കൊള്ളാനുള്ള നാൽസാ. എടുക്കലടാ അതോടെ വെക്കടാ. അണ്ണാ എടുക്കല്ലേ. ഇത് കുറച്ച് കാലോ ഇരിക്കട്ടെ. ദാസ ഇതാ ഞാൻ പറഞ്ഞ കണ്ണ്. ഏത് കണ്ണ് തുറന്ന് നോക്കടാ.
ഈ കണ്ണനാണ് നിനക്ക് മുന്നേ പറഞ്ഞൂടെ. ആ അതിലൊരു ത്രില്ലില്ലല്ലോ.